യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഇത് തന്നെ വേണം. അവൾക്ക് ബന്ധുക്കൾ ആരുമില്ലെന്ന് മനസ്സിലാക്കി സാഹചര്യം തിരിച്ചറിഞ്ഞ് കല്യാണത്തിന് നിങ്ങളോടൊപ്പം കൂടാൻ വന്നതാ ഞാനും എന്റെ മോനും. അറിയാവടി, നിന്നെയൊക്കെ നന്നായിട്ട് മനസ്സിലാക്കിയതായി ഞാൻ. സ്നേഹം ഭാവിച്ച് നീയൊക്കെ അടുത്തുകൂടിയപ്പോ ഞാൻ സംശയിക്കേണ്ടതായിരുന്നു. ആ ദർശന തലേ കൈവച്ച് പറഞ്ഞതാ നീയും നിന്റെ മോനും ഒരിക്കലും മാറില്ലെന്ന്. എന്നിട്ടും ഞാൻ നിനക്ക് വേണ്ടി വാദിച്ചു. നീയൊക്കെ തൽക്കാലത്തേക്കെങ്കിലും ഒന്ന് അടങ്ങുമെന്ന് വിചാരിച്ച ഞാനാ വിട്ടി. എന്റെ പൊന്നു മോനെ തരുണേ, നീ ഒന്ന് പറ. ഞാൻ നിന്റെ കാല് പിടിക്കാം. മോനെ, എന്തെങ്കിലും നിനക്കറിയാമെങ്കിൽ ഒന്ന് പറയടാ. ഇവിടുത്തെ ഒരുക്കങ്ങൾ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ രൂപേഷ് എന്നോട് പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഒപ്പം വരാൻ എന്നെയും വിളിച്ചതാ. അപ്പോഴാ ആ പവിത്രൻ അവിടെ പിടിച്ചു നിർത്തിയത്. അവൻ അപ്പൊ തന്നെ അറിയണം സദ്യയുടെ കാര്യങ്ങൾ എന്തൊക്കെയായെന്ന്. എടാ മോനെ, പറയടാ. പരിചയമില്ലാത്ത ആരെങ്കിലും, അല്ലെങ്കിൽ ഏതെങ്കിലും ഗുണ്ടകളോ മറ്റോ? നിനക്കറിയാലോ ഈ നാട്ടിലെ കുരുത്തം കെട്ട തെമ്മാടികളെ. അഥവാ നിനക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയതാണെങ്കിൽ നീ പറ മോനെ. ഞാൻ നിന്നെ ചൂണ്ടിക്കൊടുക്കില്ല. എവിടുന്നായാലും രൂപേഷിനെ കണ്ടുപിടിച്ച് ഇവിടെ എത്തിക്കണം. എന്തെങ്കിലും അറിയെങ്കിൽ പറയണം മോനെ. ആരെങ്കിലും നിന്റെ കണ്ണിൽ പെട്ടെങ്കിൽ അത് പറ. സുധർമ്മേ, ഒന്ന് പറ മോനോട്. ഈശ്വര, നാളെ കല്യാണമാണല്ലോ. അതിനിടയ്ക്ക് ചെറുക്കനെ തട്ടിക്കൊണ്ടുപോയി കല്യാണം മുടക്കാൻ നോക്കുന്ന ആരാണവോ? ആരായാലും അവന്മാരെ എന്റെ കൈ കിട്ടിയാ ഞാൻ കുത്തിക്കീറും. എന്റെ മോൾ ഒരുപാട് കാലം കാത്തിരുന്ന അവക്കൊരു നല്ല ജീവിതം കിട്ടാൻ. അവൾ സുരക്ഷിതമായൊരു സ്ഥലത്തായിരിക്കണമെന്ന് എന്റെ നിമ്മിയുടെ ആത്മാവ് എത്ര കൊതിച്ചിട്ടുണ്ടാവും. നകുലിനും നിമ്മി ഇവിടെ തന്നെ ഉണ്ട്. ഇത് ചെയ്തത് ആരായാലും അവരെ വെറുതെ വിടില്ല. എന്തിനേക്ക് നേരിട്ട ഇവിടം വരെ എത്തിയത്? നാളെ നേരം വെളുക്കുമ്പോ കല്യാണമാ. ഈ അവസാന നിമിഷത്തിൽ അവൻ എവിടെ പോയി തിരക്കാനാ? മോനെ, നിനക്കറിയില്ല, ഇവിടെ മൊത്തം പോലീസാ. പല വേഷത്തിലും അവരിവിടെ ചുറ്റി നടപ്പുണ്ട്. അതുമാത്രമല്ല, ആ സുമംഗല മേഡം നീ വിചാരിക്കുന്ന പോലെ ഒരു കാശുകാരി മാത്രമല്ല, ഒരുപാട് പിടിപാടുള്ളവരാ. നീ എങ്ങാനും ആ രൂപേഷിനെ കൊണ്ടുപോയെന്നറിഞ്ഞ അവർ നിന്നെ വെറുതെ വിടില്ല. ഒന്ന് പറയണം മോനെ, എന്തെങ്കിലും അറിയാവോ നിനക്ക്? ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. സത്യമായിട്ട് അച്ഛൻ എനിക്കൊന്നും അറിയില്ല. എടാ മോനെ, നിന്റെ അച്ഛൻ കരഞ്ഞു പറയുന്നത് കണ്ടില്ലേ? നിനക്ക് എന്തേലും അറിയാമെങ്കിൽ അതങ്ങ് പറഞ്ഞു കൊടുക്ക്. ആരെങ്കിലും രൂപേഷിനെ. അമ്മ എന്നെ സംശയിക്കാണോ? എനിക്കറിയില്ല അമ്മേ. എടാ, നീ ബൈക്ക് എടുത്ത് എന്റെ കൂടെ ഒന്ന് വാ. നമുക്ക് എങ്ങനെയെങ്കിലും അവനെ കണ്ടെത്തണം. കാത്തു നിൽക്കാൻ സമയമില്ല. ചെല്ലടാ മോനെ, നീ അച്ഛൻ്റെ കൂടെ പോയിട്ട് വാ. എന്റെ ഈശ്വര, ഞങ്ങളുടെ ഒരു വിധി കണ്ടില്ലേ? നല്ല മനസ്സോടെ നല്ല ഉദ്ദേശത്തോടെ കൂടെ നിന്നിട്ടും നിന്റെ അച്ഛന് നമ്മളെ സംശയമാ. ആ സംശയം മാറ്റി കൊടുക്കാനെങ്കിലും നീ ഒന്ന് കൂടെ ചെല്ല്. എവിടെ പോയി അന്വേഷിക്കാനാ അമ്മേ? ആരാ എവിടേക്കാ കൊണ്ടുപോയെന്നറിയാതെ. നിനക്കറിയാത്തൊന്നുമല്ല, ഇവിടെ തന്നെ ഒന്നാം തരം കൊട്ടേഷൻ ടീമിന്റെ ലീഡറാണ് എന്റെ മോനെന്ന് എനിക്കറിയില്ലെന്നാണ് നിന്റെ വിചാരം? നീ ആ ബന്ധങ്ങളൊക്കെ ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്ക്. നിന്റെ ആ ബന്ധങ്ങളൊക്കെ ഉപയോഗിച്ച് എല്ലാവരും ഒന്ന് വിളിച്ചു പറ. ഇനി നീ കൊട്ടേഷൻ എടുത്ത് അടങ്ങുമെങ്കിൽ അത് നീ പറ. നിനക്ക് എത്ര അഡ്വാൻസ് വേണ്ടത് അത് അച്ഛൻ തരാം. എനിക്ക് കാശൊന്നും വേണ്ട. അച്ഛൻ വാ, നമുക്ക് കണ്ടുപിടിക്കാം. ഞാനാദ്യം എന്റെ ടീമിനെയൊക്കെ ഒന്ന് വിളിക്കട്ടെ. അമ്മ, എന്റെ ബൈക്കിന്റെ ചാവിയും എടുത്ത്. അയ്യോ, രൂപേഷിന്റെ ചെരുപ്പ്. ഇതോ വീണേ, ഇത് രൂപേഷിന്റെ ചെരുപ്പല്ലേ? നിനക്കറിയില്ലേ?
അവന്റെ ചെരുപ്പ് കണ്ട നിനക്ക് അറിഞ്ഞൂടെ? ആണെന്നാ തോന്നുന്നേ. വാ. അതെ, ബോസിന്റെ ബൈക്ക് അവിടെ തന്നെ ഇരിപ്പുണ്ട്. ബൈക്ക് ഇല്ലാതെ ബോസ് എങ്ങോട്ടും പോവാൻ സാധ്യതയില്ല. ഇനി കല്യാണ തലേന്നായതുകൊണ്ട് ഏതെങ്കിലും കാർ എടുത്തോണ്ട് പോയതായിരിക്കും. താക്കോലും ഉണ്ണിയമ്മാവനും സംസാരിച്ചുകൊണ്ട് നിന്നപ്പോഴല്ലേ ലൈറ്റ് ഇടാൻ വന്നവരോട് ഗസ്റ്റ് ഹൗസിലും ലൈറ്റ് വേണോന്നും പറഞ്ഞു കൊച്ചുമുതലാളി അവരെയും വിളിച്ചോണ്ട് അങ്ങോട്ട് പോയത്. ആ അതെ. താക്കോലെ, ഇവന്മാരിൽ ആരെങ്കിലും ആണോ? ഇവിടുന്ന് ഇറങ്ങിപ്പോയപ്പോ താക്കോല് ഇവന്മാരെ കണ്ടോ? ഇവരല്ല. ഞാൻ അവന്മാരെ ഇവിടെയൊക്കെ നോക്കിയതാ, കാണുന്നില്ല. ഫോൺ ഇപ്പോഴും സ്വിച്ച് ഓഫ്. ഇന്ന് റിസപ്ഷൻ ഒക്കെ ഉള്ളതല്ലേ, കൊച്ചുമുതലാളി ഒരിക്കലും ഫോൺ ഓഫ് ചെയ്ത് വെക്കില്ല. കല്യാണം മുടങ്ങുമെന്ന് ഉള്ളിലൊരു പേടിയുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കും. ഞാനേതായാലും കരുണനങ്ങളിനെ ഒന്ന് വിളിക്കട്ടെ. ശരി ദർശന. കൊച്ചുമുതലാളിയുടെ ഫോൺ ഏത് ടവറിന്റെ കീഴിലാണെന്ന് നമുക്കറിയാലോ. എന്നാലും ഇതെവിടെ പോയി? താക്കോലെ, ഈ ചെരുപ്പ് നിന്റെ ബോസിന്റെ അല്ലേ? അല്ല, ഇത് ബോസിന്റെ ചെരുപ്പല്ല. ബോസിന്റെ ചെരുപ്പ് കുറച്ചുകൂടെ വലുതാ, എക്സ്ട്രാ ലാർജാ. മാത്രമല്ല ബോസ് ഇങ്ങനത്തെ ചെരുപ്പൊന്നും ഉപയോഗിക്കാറില്ല. അപ്പൊ പിന്നെ ഇത് ആരുടെ ചെരുപ്പാ? ഏതായാലും ബോസിന്റേതും അല്ല, എന്റേതും അല്ല. ഞാൻ ബോസിനെ അന്വേഷിച്ച് നടക്കുക, അല്ലാതെ ആരെങ്കിലും ബോധ്യപ്പെടുത്താനുള്ള അന്വേഷണമൊന്നുമല്ല. അങ്കിളെ, ഞാൻ ദർശനയാ. എന്താ മോളെ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നീ വിളിക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാ. അതാണല്ലോ അവിടുത്തെ സിറ്റുവേഷൻ. അങ്കിള് പറഞ്ഞത് ശരിയാ. ഇവിടെ പ്രശ്നങ്ങളില്ലാത്ത സമയമില്ല. ഇപ്പോ കൊച്ചുമുതലാളിയെ കാണാനില്ല. കാണാനില്ലെന്നോ? അത്യാവശ്യത്തിന് മുൻകരുതലൊക്കെ എടുത്തതാ, ഞാനും ശ്രദ്ധിച്ചതാ. പക്ഷേ ഇടയ്ക്ക് എപ്പോഴോ എന്റെ കണ്ണൊന്ന് തെറ്റിയപ്പോ ഞാൻ ഒരിക്കലും കൊച്ചുമുതലാളി മിസ്സാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. കാരണം ഇവിടെ ഉള്ളവരെല്ലാം, ഈ ശത്രുക്കളെന്ന് നമ്മൾ കരുതുന്നവരെല്ലാം കൊച്ചുമുതലാളിയുടെ റിലേറ്റീവ്സ് ആണല്ലോ. അവരുടെയൊക്കെ ദേഷ്യവും വൈരാഗ്യവും ഒക്കെ എന്നോടാണല്ലോ. അതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ടായിരിക്കും കല്യാണ തലേന്ന് ഈ ലാസ്റ്റ് മിനിറ്റില് അവർ കൊച്ചുമുതലാളിയെ എങ്ങോട്ടോ മാറ്റിയത്. നീ ഫോൺ വെച്ചോ മോളെ, ഞങ്ങൾ ഇപ്പൊ തന്നെ അങ്ങോട്ടെത്താം. അങ്കിൾ, ഫോൺ വെക്കില്ലേ? ഞാൻ പറയുന്നത് അങ്കിൾ ഒന്ന് കേക്ക്. എനിക്കിപ്പോ വേണ്ടത് സൈബർ സെല്ലിന്റെ ഹെൽപ്പാ. ഇവിടുത്തെ ഡെക്കറേഷനും മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഇവിടെ തന്നെ കൊച്ചുമുതലാളി ഉണ്ടായിരുന്നതാ. പെട്ടെന്ന് കാണാതായത്. അതായത് നിന്ന നിൽപ്പിൽ ആരോ പിടിച്ചുകൊണ്ട് പോയതുപോലെ. ഫോൺ വിളിച്ചപ്പോ സ്വിച്ച് ഓഫാ. സൈബർ സെല്ലിൽ അറിയിച്ച സ്വിച്ച് ഓഫ് ആയ ഫോൺ എവിടെയാണെന്നോ മറ്റോ ഏത് ടവറിലാണെന്നോ എന്തെങ്കിലും ഇൻഫർമേഷൻസ്